Hi students, good morning. Video कौन सी देगा हम? Is are in prayer fast. Okay, right. പറയടാ അപ്പോൾ മുഹമ്മദ് സലീം എന്ന് പറയടാ എന്തായിരുന്നു തിയറം 10.1? Tangent to the radius of circle is perpendicular. തിയറം 10.2 അഭിഷേക് ബിജു. Tangent drawn from external point of the circle is equal to the equal. How many tangents can be drawn from an external point? Muhammad Ali? 2. 2 tangents. Ahmad Najad, what's the peculiarity of 2 tangents drawn from an external point? Equal. They have equal length. Okay. അപ്പോൾ നമ്മൾ എക്സസൈസിലെ 13th ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ? നോക്കി വേഗം. ഏതാ നമ്മൾ ലാസ്റ്റ് ചെയ്ത മുർഷിദ എന്ന് പറഞ്ഞേ? ഇലവൻത്താ? ഫാത്തിമ നമ്മൾ ഏതാ ലാസ്റ്റ് ചെയ്തേ? സർ 12th ക്വസ്റ്റ്യനല്ലേ? അല്ല 11th 13 ചെയ്തില്ല? 11th ചെയ്തു. ഓക്കെ, 11th നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഒരു 5 നമ്മൾ സ്കിപ്പ് ചെയ്തിരുന്നു. 12 ഉണ്ട്, 13 ഉണ്ട്, റൈറ്റ്? ഓക്കെ, നമുക്ക് 15 തുടങ്ങാം. വേഗം കൊടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 5. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, ഫിഗർ വരയ്ക്കുക. ഫാസ്റ്റ് ആവണേ. Prove that the perpendicular at the point of contact of tangent of a circle pass through the center. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, റഫ് ഫിഗർ വരയ്ക്കുക. പ്രൂഫ് ഒരു എന്താ പറയുക, സുഖകരമായ പ്രൂഫല്ല. വേർഡ്സിലൂടെ നമ്മൾ എഴുതി എത്തിക്കുന്നൊരു പ്രൂഫാണ്. ഇനി എന്താ സംഗതി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയത് എന്നിട്ട് ഞാൻ പറയാം. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കോൺട്രാക്ട് ഉപയോഗിച്ച് എത്തിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ യു ഹാവ് 1 more minute. ക്വസ്റ്റ്യൻ വായിച്ചോ എവരിവൺ? ഓക്കെ, പറഞ്ഞേ. ക്വസ്റ്റ്യന്റെ മീനിങ് പറഞ്ഞ വേഗം. ഷാഹിദേ പറടാ, കേക്കട്ടെ. എന്താ മീനിങ്? ബുക്ക് എടുത്തിപ്പോ വന്നോളൂ. എവിടെയായിരുന്നു സാർ ഇത്ര നേരം? 7:00 ക്ലാസ് 7:35 ബുക്ക് എടുത്ത് വരാനല്ലോ എൻ്റെ അർത്ഥം.
എന്താടാ ഇപ്പൊ കേരളത്തിൽ ചോദിക്കുന്ന മനസ്സിലായില്ലേ? ഇപ്പൊ കേരള കാരണം എന്താ? മയൂകെ മീനിങ് പറയണ ക്വസ്റ്റ്യൻ മയൂക് തോമസ്. നിങ്ങൾ 7:30 എന്ന് പറഞ്ഞ 7:30 കയറാൻ വേണ്ടി കേട്ടോ. നിങ്ങൾ 7:30 7:40 വന്ന് കയറാൻ വേണ്ടിയല്ലേ 7:30 പറയുന്നത്. ഇത് ബാക്കിയുള്ളവർ ഒരു പണിയില്ലാതെ ഇതിനു വേണ്ടി വന്നിരിക്കുമെന്നാണ് നിങ്ങൾ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നിങ്ങൾ എല്ലാവരും വന്ന് പതുക്കെ വന്നിരുന്ന് ഒന്ന് പുഞ്ഞാരിച്ച് എന്നിട്ട് പഠിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. 1.5 മണിക്കൂർ തന്നെ പഠിപ്പിച്ചിട്ട് തീരുന്നില്ല. അതിനിടയ്ക്ക് 10 മിനിറ്റും 5 മിനിറ്റും ലേറ്റ് ആയിട്ട് വന്ന് കയറുന്നത്. അഭിഷേക്, വാട്ട്സ് ദി മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ? ഒരു ടാൻജന്റ് മറ്റേ പെർപെൻഡിക്കുലർ ആണോ മറ്റേ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റില്? അത് നമ്മൾ സെന്ററിലൂടെ പാസ് ചെയ്യണമെന്ന് പ്രൂവ് ചെയ്യണം. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ആ ലൈൻ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മീനിങ് കൃത്യം മനസ്സിലാക്കണം കേട്ടോ. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ ഒരു ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ നമ്മളൊരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു. ലൈൻ സെഗ്മെന്റ് പ്രത്യേകത ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ. ലൈൻ സെഗ്മെന്റ് വരച്ചു. ഈ വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ലൈൻ സെന്ററിലൂടെ പാസ് ചെയ്യും. ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെന്റർ. എ ബി ടാൻജന്റ്, പി ഒരു പോയിന്റ്, പി ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. നമ്മൾ ഈ വരച്ചിരിക്കുന്ന വര നിർബന്ധമായും സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു പ്രൂവ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും വഴിയുണ്ടോ? 2 മിനിറ്റ് മാക്സിമം. പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വായിച്ചാ? ഓക്കെ, ഞാൻ പറയാം. ഞാൻ അതെ ഇടപെടുന്ന വേർന്ന കൊണ്ടല്ല കേട്ടോ. അതിന്റെ പ്രൂഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസ് പോലെ എന്താ പറയാ, നമ്മുടെ തിയറംസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതല്ല അതിന്റെ മെത്തഡോളജി. ഒരു ഇത്തിരി ഡിഫറെന്റ് എന്നല്ല, ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ അത് നേരെ കയറി പറയുന്നത്. ശ്രദ്ധിച്ചു. നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം? നമ്മളിവിടെ സർക്കിളിന്റെ സെന്റർ ഇവിടെ ഏതോ ഒരു പോയിന്റ് ആണ്, നമുക്ക് അറിയില്ല. ഇതാണ് സർക്കിൾ സെന്റർ എന്നിരിക്കണ്ടേ. ഓ ഓക്കെ, പിന്നെ ഞാൻ കുറച്ചുകൂടെ ചെരിച്ചു വരയ്ക്കും കേട്ടോ, രണ്ടുപേരും ഒന്ന് മാറിപ്പോകാതിരിക്കുക. അപ്പൊ സർക്കിളിന്റെ സെന്റർ O ആണ്. നമ്മൾ നിലവിൽ വരച്ചിരിക്കുന്ന ലൈൻ എന്ത് ചെയ്യുന്നില്ല? സെന്ററിലൂടെ പാസ് ചെയ്യുന്നില്ല. ഓക്കെ, എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഈ ലൈൻ സെന്ററിലൂടെ പാസ് ചെയ്യുന്നില്ല. ഞാൻ ആ പോയിന്റ് സം Q എന്നെടുക്കുവാണ്. ഓക്കെ, അപ്പോ QP എന്ന് പറയുന്ന ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. QP ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആണ്, പക്ഷെ അത് സെന്ററിലൂടെ പാസ് ചെയ്യുന്നില്ല. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി കേട്ടോ. അപ്പൊ ഞാൻ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന വേറൊരു ലൈനൂടെ സപ്പോസ് ചെയ്യാണ്. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ എങ്ങനെ? ഓക്കെ, OP എന്ന് പറയുന്ന ലൈൻ വിച്ച് പാസസ് ത്രൂ ദ സെന്റർ. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് പറഞ്ഞേ കേക്കട്ടെ മരിയ, എന്തായിരിക്കും ഈ ആംഗിൾ OPBയുടെ അവസ്ഥ? മരിയ, ആംഗിൾ OPB എത്രയായിരിക്കും? 90 ഡിഗ്രി. എന്താ കാരണം? വേഗം പറ മരിയ, എന്തുകൊണ്ട് 90 ഡിഗ്രി ആയേ? മരിയ ജോണി മോളെ, എന്തുകൊണ്ടാണ് 90 ഡിഗ്രി ആയത്? വൈ? കേട്ടില്ല. OP പെർപെൻഡിക്കുലർ നമുക്ക് എവിടെന്നാ കിട്ടിയേ? കൃത്യം റീസൺ പറ. വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്? എന്താണ് അഭിനവേശ്? പെർപെൻഡിക്കുലർ നമ്മൾ അത് കൃത്യം ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ നമുക്കൊരു സാധനം പറയാലോടാ അതിന് റീസൺ. അബ്ദുള്ള എന്തുകൊണ്ടായിരിക്കും 90 ഡിഗ്രി ആയേ? ആംഗിൾ OPB 90 ആവാൻ കാരണം? അബ്ദുള്ള
Sir, radius to the point of contact is perpendicular. റേഡിയസും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് വരയ്ക്കുന്ന ലൈനും ടാൻജന്റും റേഡിയസും പെർപെൻഡിക്കുലർ ആണ്. ഇറ്റ് ഈസ് ബൈ തിയറം 10.1. OPB 90 ഡിഗ്രി ആണ്. ഇനി ആംഗിൾ QPBയുടെ അവസ്ഥ എന്താ സുഹാന? QPB കേട്ടില്ല സുഹാന? ഒന്നോടെ മൈക്ക് പ്രശ്നമുണ്ട്, വേഗം എക്സിറ്റ് ചെയ്ത് റീജോയിൻ ചെയ്ത് നോക്കി. എന്താ പ്രശ്നം നോക്കി ഒന്ന് പറയാം. QPB എത്രയാ ഫാത്തിമ ഷദ? QPB 90 degree. എന്താ കാരണം? Perpendicular drawn from a radius is. അതിന് Q സെന്റർ അല്ലല്ലോ റേഡിയസ് ആവാൻ. അല്ല, അത് രണ്ടും ഈക്വൽ ആംഗിൾസ്. അല്ല, ഞാൻ QPB 90 ആണ് എന്ന് പറയാൻ നമുക്ക് എന്താ റീസൺ? ആംഗിൾസ് ഈക്വൽ ആണെന്നാണ്. ആംഗിൾസ് ഈക്വൽ ആണ് നമുക്ക് തന്നിട്ടുണ്ടോ? QPB 90 ആവാൻ എന്താ നമ്മൾ കാരണം പറയും? റീസൺ ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഗിവൺ കണ്ടീഷൻ ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവ 90 ആണെന്ന്. അപ്പൊ നോക്കി, OPBയുടെ വാല്യൂ 90 ആണ്, QPBയുടെ വാല്യൂ 90 ആണ്. ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ഫിഗറിലേക്ക്. OPB 90 ആണ്, QPB 90 ആണ്. OPBയും QPBയും 90 ആകണമെങ്കിൽ ഈ ഓയും ക്യൂവും 2 പോയിന്റായിട്ട് മാറിക്കിടന്ന നടപടിയാവൂ? പറ്റുമോ? ഈ രണ്ട് ആംഗിൾ 90 ആകണമെങ്കിൽ നിർബന്ധമായും ഓയും ക്യൂ എങ്ങനെയായിരിക്കണം മുർഷിദ? സെയിം പോയിന്റ് ആവണം. അപ്പൊ നമ്മൾ പറയും ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് O ആൻഡ് Q ആർ സെയിം പോയിന്റ്സ്. അപ്പൊ അങ്ങനെ വന്നപ്പോ Q എന്ന് പറഞ്ഞ ആരായി മാറി? സർക്കിളിന്റെ സെന്ററിൽ തന്നെയായി. അപ്പൊ അതിന്റെ മീനിങ് നമ്മൾ ഈ വരയ്ക്കുന്ന വര ഇതിൽ കൂടെ പാസ് ചെയ്യുന്നു, സെന്ററിലൂടെ പാസ് ചെയ്യുന്നു. കണ്ടോ? ഇങ്ങനത്തെ ഒരു പ്രത്യേക കോളത്തിൽ അതിന്റെ പ്രൂഫ് തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ കൃത്യം പറയാന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾ താഴെ എഴുതിക്കൂ. റൈറ്റ് ബിലോ ഫിഗറൊക്കെ വരച്ചോ? ഇതേ പേരൊക്കെ തന്നെയാണ് ഓർത്തേക്കുന്ന ഫിഗറിൽ. ഇതേ നെയിംസ് ഒക്കെ തന്നെ കൊടുക്കുക കേട്ടോ. ഈ ക്യൂവിന് ചില ടെക്സ്റ്റിൽ O' എന്നൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ പിന്നെ മനഃപൂർവ്വം കൊടുക്കാനാണ്, കൺഫ്യൂസ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. എഴുതിക്കൂ. Let O be the center of the circle. Normal introduction. Let O be the center of the circle. AB be a tangent. AB be a tangent. And P be the point of contact. And capital P be the point of contact. Next line le angle OPB equal to 90 degree. Reason എഴുതണം. അതിനടുത്ത ലൈനില് OPB 90 റീസൺ എഴുതിയല്ലോ അല്ലേ? ബൈ തിയറം 10.1. അടുത്തത് ആംഗിൾ QPB equal 90 degree. കാരണം ഗിവൺ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഗിവൺ കണ്ടീഷൻ ആണ്. നെക്സ്റ്റ് ലൈനില് therefore angle OPB equal to angle QPB. Therefore angle OPB equal to angle QPB. Makes sense? This is possible only if the points O and Q are same. Makes sense? Therefore both the points O and Q
O and Q are same. Both the points O and Q are same. Makes sense. Hence, QP pass through the center. QP pass through the center. Okay. അതെ 12th ഒക്കെ നമുക്ക് ചെയ്യാവുന്ന കേട്ടോ. 12th ഒക്കെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. 12th വേഗം വായിച്ചേ. ഇനി ആ ക്വസ്റ്റ്യൻ പുറം നിൽക്കണ്ട, ലെറ്റ് ഇറ്റ് ബി ദർ, അങ്ങനെ മൈൻഡ് ചെയ്യണ്ട. ഈ ഒരു എക്സസൈസിലാകെ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അങ്ങനത്തെ ഒരു കോളത്തിലുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ച് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ഇതങ്ങനെയല്ല, ഒരു തിയറിറ്റിക്കൽ സംഗതിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് കയറിക്കുക വേഗം. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചേ. 12th 1. ശ്രദ്ധിച്ച് വേഗം വായിക്കുക. എനിക്ക് ചോദിക്കുമ്പോൾ എനിക്ക് സഡൻ റെസ്പോൺസ് കിട്ടണം കേട്ടോ. റെസ്പോൺസ് ലാഗ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓർഡർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ടൈമില്ല. റെസ്പോൺസ് ഒരു കാരണവശാലും ലാഗ് ചെയ്യരുത്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. കാര്യങ്ങൾ പിടികിട്ടിയെങ്കിൽ ഫിഗർ വരയ്ക്കുക. പിന്നെ എന്താണ് ചെയ്യാനുള്ള മാർഗം എന്ന് ചിന്തിക്കുക. നയൻത്തിലെ ഒരു പ്രധാനപ്പെട്ട ഐഡിയ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരും. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരു ഐഡിയ ഇല്ലാതെ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. Question വായിക്കാൻ you have 30 seconds more. The triangle ABC is drawn to circumscribe a circle of radius 4 cm. ഓക്കെ, ശേഷം അതൊന്ന് പറയാം. എന്താ ക്വസ്റ്റ്യൻ മീനിങ്? ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിലത്തെ ഒരു സൈഡ് ബി സി, അതിലത്തെ പോയിന്റ് അല്ല ഡി പോയിന്റ് ഓഫ് കോണ്ടാക്ട് തന്നിട്ടുണ്ട്. പിന്നെ എ സി എ ബി കണ്ടുപിടിക്കാം. അതിന്റെ സൈഡ് AC AD എന്നുള്ള സൈഡ്സ് ഒക്കെ കണ്ടുപിടിക്കാം. ശരി, ഫിഗർ വരച്ചല്ലോ എല്ലാവരും. അവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡി ഉള്ളവർ തന്നെ അപ്പുറമാണ് ഇ എഫ് ഒക്കെ നെയിം കൊടുക്കുക കേട്ടോ. നിങ്ങളല്ലേ ഒന്ന് ഫിഗർ വരച്ചേ. ട്രയാങ്കിൾ ഉണ്ട്, കൃത്യമായി സർക്കംസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലൊരു സർക്കിൾ ഉണ്ട്.
ഈ കാണുന്ന പോയിന്റ് റെസ്പെക്ട്ലി ഇ എഫ് എന്നൊക്കെ കൊടുക്കാട്ടോ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിനെ. ഇവിടെ നമുക്കൊരു 6 സെന്റിമീറ്റർ നിലവിലുണ്ട്, ഇവിടെ ഒരു 8 ഉണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് നിലവിലുള്ളത്. ഓൾസോ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിഗറിൽ നോട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിയാൽ വി ക്യാൻ നോട്ട് സം മോർ ഡേറ്റാസ് ഇൻ ദ ഫിഗർ. എന്തൊക്കെയായിരിക്കും ആലോചിച്ച് നോക്കുക, നോട്ട് ചെയ്യുക. ഏതെങ്കിലും ഇതിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇൻ സം മെത്തേഡ് റൈറ്റ് ഓർ റോങ് ഡസൻറ്റ് മാറ്റർ. നമുക്ക് ഈ ഫിഗറിൽ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമോ? നിലവിലുള്ള ഈ ഫിഗറിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സച്ചിൻ രാജു എന്തെങ്കിലുമൊക്കെ ഇതിനകത്തൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുമോടാ? സച്ചിൻ, ഇല്ലടാ, എനിക്ക് കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ആയിട്ടില്ല അതിന്റെ. അർഫാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അതിനകത്ത് എഴുതാൻ? അർഫാൻ സർ, EF 6 സെന്റിമീറ്റർ, FB 8 സെന്റിമീറ്റർ. അത് നമുക്ക് എഴുതാൻ പറ്റിയൊരു പോയിന്റ് ആട്ടോ. ഫിഗറിൽ വീണ്ടും നമുക്ക് 2 ആൾക്കാരുടെ കൂടി വാല്യൂസ് എഴുതാം. തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് വി ക്യാൻ റൈറ്റ് 2 more. ഏതാ റിസൾട്ട് അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുക അർഫാനെ? സർ, ഏത് റിസൾട്ട് വെച്ചിട്ട് നമ്മൾ എഴുതുക? ഏത് റിസൾട്ട് അതിന് ഉപയോഗിക്കുക 6 8 ഒക്കെ എഴുതാൻ? EC 6 സെന്റിമീറ്ററും FB 8 സെന്റിമീറ്റർ. അതുകൊണ്ട് എന്തുകൊണ്ട് ഇവന്മാരും 6 8 ആയതിന്റെ കാരണം എന്താ? തിയറം 10.2. തിയറം 10.2 നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് CD ഈക്വൽ ടു CE ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ BD ഈക്വൽ ടു BF ഈക്വൽ ടു 8 ആണ്. ഇവിടെ നമുക്കൊരു 6 കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു 8 കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു AE AF ഓടെ കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അവിടെ കിട്ടാനുള്ള വഴി എന്താണെന്ന് നോക്കിയാൽ മതി. That is only what is remaining. ഈ രണ്ടുപേരെ കണ്ടെത്താൻ എന്താണ് ഓപ്ഷൻ? ഹൗ വി ക്യാൻ ഫൈൻഡ് ഇറ്റ്? സ്പീഡ് ആവണം കേട്ടോ. You can have 2 more minutes for that. രണ്ട് മിനിറ്റാണ് മാക്സിമം. ഇവിടെ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഇതിലൊക്കെ എത്തുമെന്ന് ഫീൽ ചെയ്യുന്നതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ശരിയോ തെറ്റോ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യും. ബാക്കി നമുക്ക് എന്നോട് വെച്ച് നോക്കാം. ഈ നിൽക്കുന്ന നിപ്പിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതുണ്ടോ? ഫിഗറിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ? സുഹാന, എനിത്തിങ് ടു കണക്ട്? മൈക്കൊന്ന് ഒരു അസംഷൻ നമുക്ക് എടുക്കാം. എയും എഫും നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് വി ക്യാൻ സപ്പോസ് AE ഈക്വൽ ടു AF ഈക്വൽ ടു X. നമ്മൾ സിമ്പിൾ കൊടുക്കുന്നു X എന്ന്. നമുക്ക് അറിയില്ല വാല്യൂ, നമ്മൾ X എന്ന് എടുത്തു. ഇതിനൊക്കെ റീസൺ ഉണ്ടാവുന്നുണ്ട്. ദിസ് ഇസ് ബൈ തിയറം 10.2. X ഒക്കെ നമ്മൾ ചൂസ് ചെയ്യും. ഇനി എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ടാസ്ക്. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് X.
സർക്കിൾ എക്സിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടു? നമ്പർ 9th ഒരു ഐഡിയ നമുക്ക് വേണ്ടി വരും. 9th ഐഡിയ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് കിട്ടണം. seconds ഓടെ കേട്ടോ. ഇതിലേക്ക് എത്തും നമുക്ക് നോക്കാം. seconds ഓടെ. ഓക്കെ റൈറ്റ്. എന്തെങ്കിലും വിഷയം ഉണ്ടോ? എനിവൺ? ഇതിനെ കണക്ട് ചെയ്യാൻ ഏതെങ്കിലും മെത്തേഡ്, ഫൈനൽ ആൻസർ വേണ്ട, എന്തെങ്കിലും മെത്തേഡ് ഇതിനെ കണക്ട് ചെയ്യാൻ ഹാൻഡ് റൈസ് ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചോളാം. 1 2 3. മുഹമ്മദ് സലീം എന്താ ഓപ്ഷൻ ഉള്ള പറഞ്ഞ കേക്കട്ടെ. സാർ അത് റേഷ്യോ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഏത് റേഷ്യോടാ? ഇ ബൈ ഈസി അങ്ങനെ എടുത്തിട്ട് സിമിലാരിറ്റി ആണോ ഉദ്ദേശിച്ചേ? ആ സിമിലാരിറ്റി ഉപയോഗിക്കണേ നമുക്ക് ആംഗിൾസ് ഇക്വാളിറ്റി കിട്ടണം. ഒരു 90 ഡിഗ്രി അല്ലാതെ വേറെ ആംഗിൾസ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു 90 ഡിഗ്രി മാത്രമേ നമുക്ക് ആംഗിളിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. വേറെ എന്താ വഴി ഹനാൻ? സർ ഹെറോൺസ് ഫോർമുല. ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് ഏരിയയിലേക്ക് കണക്ട് ചെയ്താലേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അതാണ് ഇതിനുള്ള വഴി. അതെങ്ങനെയാന്ന് ഞാൻ പറയാം കേട്ടോ. ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന നിപ്പിൽ അല്ലെങ്കിൽ ഈ ഫിഗറിന് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. കുറച്ചുകൂടെ കലാപരിപാടിയൊക്കെ നമ്മൾ ഈ ഫിഗറിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഹെറോൺസ് ഫോർമുല ഒന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ നോക്കട്ടെ. മുഹമ്മദ് സലാം ഹെറോൺസ് ഫോർമുല ഓർക്കുന്നുണ്ടോ? ഹെറോൺസ് ഫോർമുല ഒന്ന് പറഞ്ഞിട്ട് കേക്കട്ടെ. ഹെറോൺസ് ഫോർമുല root x into x minus b into x minus c. എസ് എന്താ? എ ബി സി എന്താ? എസ് മറ്റേ എല്ലാ സൈഡിന്റെയും സം ബൈ 2. നമ്മൾ അതിനെ വേറെ പേര് വിളിക്കും, സെമി പെരിമീറ്റർ. പിന്നെ എ ബി സി ആരാ? എ ബി സി ഓരോ സൈഡും. എ ബി സി ഓരോ സൈഡിന്റെയും റെസ്പെക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഹെറോൺസ് ഫോർമുല പറഞ്ഞ ഇതാണ്. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല ഉണ്ട്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു. ഇതാണ് ഹെറോൺസ് ഫോർമുലയുടെ കൺസെപ്റ്റ് കേട്ടോ. അറിയില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളണം. കാരണം ഹെറോൺസ് ഫോർമുല നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ റോൾ വഹിക്കുന്ന ആളാണ്. സപ്പോസ് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. എക്സാമ്പിൾ, ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എ ആണ്, ഇവിടെ ബി ആണ്, ഇവിടെ സി ആണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് s into s minus a into s minus b into s minus c, where s is equal to a plus b plus c divided by 2. ഇതാണ് ഹെറോൺസ് ഫോർമുല. ഈ ഫോർമുല നമ്മളുടെ ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീ റോൾ വഹിക്കുന്ന ഒരാളാണ്. അവനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ഒരു മേജർ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അവിടെ നോട്ട് ചെയ്തോ എല്ലാവരും? എസിനെ നമ്മൾ സെമി പെരിമീറ്റർ എന്നൊരു വാക്കൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. പെരിമീറ്ററിന്റെ പകുതി എന്ന അർത്ഥത്തിൽ. കാരണം എ പ്ലസ് ബി പ്ലസ് സിന്റെ പെരിമീറ്റർ ആണ്, അതിന്റെ പകുതി. ഓക്കെ പറയട്ടെ ശാലായി? ഓക്കെ കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മൾ ആദ്യം നമ്മളുടെ ഈ ഗിവൺ ഫിഗറിൽ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള പെരിമീറ്റർ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഓരോ സൈഡിന്റെയും ലെങ്ത്, കാരണം നമുക്ക് എസ് കണ്ടുപിടിക്കണമല്ലോ. ശ്രദ്ധിച്ചു നോക്കിക്കോളണം കേട്ടോ. ഞാൻ ഇവിടെ എഴുതാണ് എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്നാണ് ഫോർമുല, എസിന്റെ ഫോർമുല. പക്ഷെ ഇതിനകത്ത് എയും ബിയും സിയും ഡിനോട്ട് ചെയ്യുന്ന ട്രയാങ്കിളിന്റെ കംപ്ലീറ്റ് സൈഡാണ്.
ഓരോ സൈഡിന്റെയും കംപ്ലീറ്റ് ലെങ്ത് ആണ്. നമ്മൾ അതിനു വേണ്ടി ആദ്യം എ ബി എന്ന് പറയുന്ന ആള് ഒന്ന് പറഞ്ഞ എ ബിയുടെ മൊത്തം ലെങ്ത് നമുക്ക് എന്ന് എഴുതാം? എ ബി കംപ്ലീറ്റ് എ ബി എന്താ എഴുതാം മുഹമ്മദ് അലി? എ ബി കംപ്ലീറ്റ്ലി 8 + 6 ആണ്. അത് നമുക്ക് 14 എന്ന് എഴുതാം. ബി സി എ കംപ്ലീറ്റ്ലി നമ്മൾ എന്തെന്ന് എഴുതും? സോറി എ ബി അല്ലല്ലോ, ബി സി അല്ല അത് വരിക. 8 + x അല്ലേ എ ബി? എ ബി 8 + x ആണ്. ഐ എം സോറി, 8 + x. 8 + x എന്ന് വരും. ബി സി എന്താ വരിക? 8 + 6 14. അത് 8 + 6 വരും, 14. അതുപോലെ നമ്മൾ എ സി എടുത്തു കഴിയുമ്പോൾ നമുക്ക് 6 + x എന്ന് വരും. അപ്പൊ ഇതാണ് ഇൻഡിവിജ്വലി ഓരോ സൈഡിന്റെയും വാല്യൂ. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു ഒരു സൈഡിന്റെ വാല്യൂ പ്ലസ് അടുത്ത സൈഡിന്റെ വാല്യൂ പ്ലസ് മൂന്നാമത്തെ സൈഡിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ 2. അപ്പോ 14 8 22 22 6 28 പ്ലസ് എക്സും എക്സും 2x 2 വെച്ച് രണ്ടുപേരും ഡിവൈഡ് ചെയ്യുമ്പോൾ 14 + x എന്ന് കിട്ടും എസിന്റെ വാല്യൂ. അപ്പൊ ഇവന്മാരെ നമ്മൾ ആയിരുന്നു എ ബി സി എന്ന് കൊടുത്താൽ നല്ലതാട്ടോ. അപ്പൊ നമുക്ക് ഫോമിലേക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ട്. ഓക്കെ, ഇനി നോക്കി ഹെറോൺസ് ഫോമുല, നമ്മുടെ ഏരിയയുടെ ഫോമുല പറഞ്ഞ ഹെറോൺസ് ഫോമുല അനുസരിച്ച് അഞ്ജല എന്താ ഏരിയ ഈക്വൽ ടു? അഞ്ജല കേസ് പറ, വേഗം പറ ഫോമുല. x + 14. അല്ലല്ല, ഹെറോൺസ് ഫോമുല അനുസരിച്ച് ഏരിയയുടെ ഫോമുല എന്താ? റൂട്ട് ഓഫ് a + b + c / 2. അത് എസ് അല്ലേ മോളെ? ഏരിയ എന്താ? ഏരിയ ഹാഫ് ഇൻറ്റു പെർസെൻറ്റേജ്. അപ്പൊ തൊട്ട് മോളെ എഴുതി വെച്ച എന്തിനാ? ഹെറോൺസ് ഫോമുല അനുസരിച്ച് ഏരിയയുടെ ഫോമുല ഇന്നതാണ് എന്ന് എഴുതി വെച്ച എന്തിനു വേണ്ടി? അത് എഴുതിയെടുത്തില്ല. അപ്പോ എന്താ ഫോമുല? ഏരിയ ഈക്വൽ ടു SS - ഏതാണോ? അത് തന്നെ പറയേ. S × S - a × S - b × S - c. ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി എസ് മൈനസ് സി ആണ്. ഇത് അപ്ലൈ ചെയ്യാൻ നമുക്ക് എസ് വേണം, എസ് മൈനസ് എ വേണം, എസ് മൈനസ് ബി വേണം, എസ് മൈനസ് സി വേണം. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വലി ഇപ്പോ എസ് കിട്ടി 14 + x ആണ്. ഇനി ഇവിടെ നമ്മൾ എസ് മൈനസ് എയും എസ് മൈനസ് ബിയും എസ് മൈനസ് സിയും കണ്ടുപിടിക്കും. അപ്പൊ എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എസിന്റെ വാല്യൂ 14 + x ആണ്, മൈനസ് എയുടെ വാല്യൂ 8 + x ആണ്. 14 + x - 8 - x എന്ന് വരും. എക്സും എക്സും കട്ടാവും. 14 - 8 6 വരും. എസ് മൈനസ് ബി എടുക്കുമ്പോൾ 14 + x മൈനസ് ബിയുടെ വാല്യൂ 14 കട്ടായി പോകുമ്പോൾ എക്സ് എന്ന് കിട്ടും. എസ് മൈനസ് സി എടുക്കുമ്പോൾ 14 + x മൈനസ് 6 + x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 14 + x മൈനസ് 6 - x എക്സും എക്സും കട്ടാവും 8 എന്ന് കിട്ടും. അപ്പൊ ഇപ്പൊ നമുക്ക് 3 ആൾക്കാരും ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ ഏരിയ ഈക്വൽ ടു ഫോമുല എഴുതുന്നു. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് എസിന്റെ വാല്യൂ 14 + x, എസ് മൈനസ് എയുടെ വാല്യൂ 6, എസ് മൈനസ് ബിന്റെ വാല്യൂ എക്സ്, അടുത്തത് 8. അപ്പൊ റൂട്ട് ഓഫ് 48x ഇൻറ്റു 14 + x എന്ന് നമുക്ക് വരും. 48x ഇൻറ്റു 14 + x ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഈ റൂട്ട് 48 നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. റൂട്ട് ഓഫ് 48 ഇൻറ്റു എക്സിനെ ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 14x + x² എന്നാണ് കിട്ടുക. 48നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്താൽ 2, 24 ഒന്നോടെ 2, 12 വീണ്ടും 2, 6, 3 ഇങ്ങനെയാണ് വരിക. അപ്പൊ 2ന്റെ 2 പെയർ നമുക്ക് കിട്ടും. അപ്പൊ റൂട്ട് 48 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് 2 × 2 4 റൂട്ട് 3 ആണ് റൂട്ട് 48. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ബാക്കി റൂട്ടിനുള്ളിൽ 14x + x² എന്നുണ്ട്. അപ്പൊ അവസാനം നമുക്ക് ഏരിയ ഈക്വൽ ടു ഇങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹെറോൺസ് ഫോമിലേക്ക് എത്തിക്കും. ഇത് ക്വസ്റ്റ്യന്റെ ഒരു പാർട്ടാണ്. ഇതുപോലെ തന്നെ വേറൊരു പാർട്ട് കൂടെ ഉണ്ട്. ആ രണ്ടോടെ ക്ലബ് ചെയ്യുമ്പോഴാണ് ഫൈനൽ ആൻസർ എത്തുക. നോട്ട് ചെയ്ത് വെച്ചേ. ഹെറോൺസ് ഫോമിൽ വഴി നമുക്ക് ഇത്രയും കാര്യങ്ങൾ എത്തിക്കാം.
റൂട്ട് 48 മാറ്റിയപ്പോഴാട്ടോ 4 പുറത്ത് വന്നേ, 3 ഉള്ളിലായി, 14x+x² അവിടെ ബാക്കി. ഇത്തിരി കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ള ഒരു പാർട്ട് ഇത് മാത്രമാണ്. അടുത്ത സിമ്പിളാണ്, വലിയ പ്രയാസമൊന്നുമില്ല. അവിടെ നിങ്ങളുടെ മുഹമ്മദ് സലീമെ നിന്റെ ക്യാമറ ഇരിക്കുന്നേ, ഞങ്ങളുടെ ക്യാമറ വെച്ചേക്കുന്നേ. കൈ തെറ്റിയത്. ചെയ്യാൻ ഐഡിയ ഉള്ളവർ ചെയ്തോട്ടോ. ഐഡിയ ഉള്ളവർ ഓർക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് പൊക്കോ, സമയം കളയണ്ട. ഓക്കെ, ഐം സോറി, ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയായിരുന്നു. അപ്പോൾ ഈ പാർട്ട് കംപ്ലീറ്റ് ആയോ? എല്ലാവരും ഹെറോൺസ് ഫോമിൽ വെച്ചിട്ടുള്ള പണി കഴിഞ്ഞോ? എവരിവൺ കഴിഞ്ഞോ? മുഹമ്മദ് സലീം കംപ്ലീറ്റ് ആയോടാ? ഓക്കെ, അപ്പോൾ ഈ പാർട്ട് നമ്മൾ ചെയ്തപ്പോൾ ഏരിയ ഈക്വൽ ടു നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. 4√3 × 14x+x² എന്നൊക്കെ ഒരു ഫോമുല കിട്ടി അല്ലേ? ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ്ലി മറ്റൊരു രീതിയിലും നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കും. ഓക്കെ, നമുക്കറിയാം ഒരു ഫിഗറിന്റെ ഏരിയ നമ്മൾ ഏത് ഫോമുല വെച്ച് കണ്ടുപിടിച്ചാലും ആഫ്റ്റർ ഓൾ ഈ വാല്യൂസ് ഒക്കെ എങ്ങനെയായിരിക്കണം മുറിച്ചതാ? എല്ലാം ഈക്വൽ ആയിരിക്കണം, കാരണം നമ്മൾ സെയിം ഫിഗറിന്റെ ഏരിയ ആണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഹെറോൺസ് ഫോമിൽ വെച്ച് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സാധാരണ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്ന മെത്തേഡിലൂടെ ഏരിയ കണ്ടുപിടിക്കും. ഈ രണ്ട് ആൻസേഴ്സും നമുക്ക് സെയിം ആവണം. അപ്പൊ നമ്മൾ രണ്ട് വാല്യൂസ് ഇക്വേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്താം കേട്ടോ. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഹെറോൺസ് ഫോമിലെ പോർഷൻ ഒന്ന് മാച്ചോട്ടെ. ഓക്കെ, നോക്കിക്കോ, നമുക്ക് ആ ഫിഗർ കിട്ടില്ല, അതിന് വേണ്ടിയാ കേട്ടോ. അപ്പൊ അല്ല, നമുക്ക് വേണ്ടേ ഫിഗർ മാത്രം നമുക്ക് കിട്ടിയാലും മതി.
ഇനി നമ്മൾ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ ഫിഗറിൽ സർക്കിളിന്റെ സെന്ററിൽ നിന്നും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് നമ്മൾ കുറച്ച് ജോയിനിങ്ങുകൾ നടത്തും. നോക്കിക്കോ, ഇതാണ് നമുക്ക് നിലവിലുള്ള ഫിഗർ. ഓക്കെ, ഇതില് സർക്കിളിന്റെ സെന്റർ നമ്മൾ O എന്ന് കൊടുക്കുകയാണ്. ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ വി ഡ്രോ ലൈൻ സെഗ്മെന്റ്സ് ലൈക്ക് ദിസ്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയ ഇയിലേക്കും പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയ എഫിലേക്കും നമ്മളിങ്ങനെ ലൈൻ വരയ്ക്കും. ഓക്കെ, അവിടെ വെച്ച് നമ്മൾ നിർത്തില്ല. അത് കൂടാതെ ഓരോ എൻഡിലേക്കും നമ്മൾ ഇതുപോലെ ലൈൻസ് വരയ്ക്കും. പിന്നെ അഡ്വാൻറ്റേജ് ഞാൻ പറയാം കേട്ടോ. ഇങ്ങനെ നമ്മൾ വരയ്ക്കും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നാലും ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഇത് നമുക്കൊരു സിംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. കണ്ടോ, ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇവിടം വരെ കേട്ടോ, നമുക്കൊരു സിംഗിൾ ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. ഇനി അതുപോലെ തന്നെ ഈ കാണുന്ന ആളെ നമുക്ക് വേറൊരു സിംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിന് കണ്ടില്ലേ? സിമിലർലി ഈ കാണുന്നവനെ നമുക്ക് വേറൊരു സിംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. കണ്ടോ? അപ്പൊ 3 ട്രയാങ്കിളിനെ, നമ്മുടെ കംപ്ലീറ്റ് ആ ട്രയാങ്കിളിനെ 3 പീസായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും. ഓരോ ട്രയാങ്കിളിന്റെ പേരൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഓരോ ട്രയാങ്കിളിന്റെ പേര് അരവിന്ദ പറഞ്ഞടാ. സർ OCB. ഒരെണ്ണം OCB ആണ്. ശരി. പിന്നെ AOC. AOC എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. AOB. AOB എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. പിന്നെ 3 ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഈ 3 ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പൊ ഈ ബ്ലൂവിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന BOC നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഈ കാണുന്ന ആള്, ഈ BOC എന്നുള്ള ട്രയാങ്കിളിന്റെ ബേസ് ആരായിരിക്കും? സാമിയ, BOCയുടെ ബേസ് ആരായിരിക്കും? BOCയുടെ ബേസ് BDC. എന്തോ എവിടെയോ ഒരു തകരാറുണ്ട്. വോയിസ് ഓക്കെ ആണല്ലോ അല്ലേ? ശരി ശരി ശരി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോട് തിരിച്ചു വരികയാണ്. കട്ടാവില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കപ്പോ ബോർഡ് ആ ഷാമിയ പറഞ്ഞ ബേസ് ആരായിരുന്നു നമ്മുടെ ട്രയാങ്കിളിന്റെ? BC ആണ് ബേസ്. അതിന്റെ വാല്യൂ എത്രയാ? 14 ആണ്. BC ആണ് ബേസ്. ഇത് കംപ്ലീറ്റ് ആയിട്ടോ ബേസ്. നോക്കിക്കോ, ഇത് കംപ്ലീറ്റ് ആണ് ബേസ്. അത് 14. ഇനി ഇവന്റെ ഹൈറ്റ് നമുക്ക് എന്താന്ന് എടുക്കാം സാമിയ? ഹൈറ്റ് 4 ആണ്. റേഡിയസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ കാണുന്ന വര ഉണ്ടോ പിള്ളേരെ? ഈ കാണുന്ന വര നമുക്കറിയാം ഇവൻ പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കാരണം റേഡിയസും ടാൻജന്റും ആണ്. അപ്പൊ ഈ വരച്ചിരിക്കുന്ന വര ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ. അതുകൊണ്ട് ഇവിടെ നമുക്ക് 90 ഡിഗ്രി ആണ്. ഇത് ഈ ഒരു കേസിൽ മാത്രമല്ല, ഇവിടെ എല്ലാം ഈ സംഭവം ഇതുണ്ടോ, ഇത് ഇവിടെ 90 ഡിഗ്രി ആണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രി ആണ്. കണ്ടില്ലേ? അപ്പൊ എന്തായി നോക്കി, ഇത് ബേസ് ആയിട്ടും റേഡിയസിനെ ഹൈറ്റ് ആയിട്ടും നമുക്ക് എടുക്കാം. മൂന്നാമത് ഇവിടെ ബേസ് ആയിട്ടും റേഡിയസിനെ ഹൈറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ 3 ട്രയാങ്കിൾസിന്റെയും ഏരിയ
സെപ്പറേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബൈ യൂസിങ് ദ ഫോർമുല. ഏതാണ് ഐഷ? യൂസിങ് ദ ഫോർമുല half into b into ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഹാഫ് ബി എച്ച് ഉപയോഗിച്ചിട്ട് ബേസ് ഈ കംപ്ലീറ്റ് സൈഡ്, ഹൈറ്റ് റേഡിയസ്. ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ബേസ് ആ കംപ്ലീറ്റ് സൈഡ്, ഹൈറ്റ് റേഡിയസ്. മൂന്നാമത്തെ ബേസ് ആ കംപ്ലീറ്റ് സൈഡ്, ഹൈറ്റ് റേഡിയസ്. റേഡിയോ. അങ്ങനെ നമ്മൾ 3 പേരുടെയും ഏരിയ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കും. ഇനി ഈ 3 ഏരിയാസോടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ ഏരിയ കിട്ടുന്നേ? ഈ 3 ഏരിയ ആഡ് ചെയ്താൽ ട്രയാങ്കിളിന്റെ ഫുൾ ഏരിയ, എൻറ്റയർ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ആ എൻറ്റയർ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഹെറോൺസ് ഫോർമുല വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കിട്ടിയ. അപ്പൊ ഈ കിട്ടുന്ന വാല്യൂ, ആ വാല്യൂ കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എക്സ്ട്രാ ചെയ്തു. ഇനി നിങ്ങളുള്ള പണിയാ, വേഗം ചെയ്തു. ഇനി ആൻസറിലേക്ക് എത്തണം കേട്ടോ. ഇനി ആൻസറിലേക്ക് എത്തണം, കാരണം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആൻസറിലേക്ക് എത്താൻ വേറെ പ്രയാസം ഉണ്ടാവേണ്ടതില്ല, ബിക്കോസ് ഓൾ ദ പോയിന്റ്സ് ആർ ഡിസ്കസ്ഡ് റൈറ്റ് നൗ. ഒരു കേസ് മാത്രം ഞാൻ സാമ്പിൾ ഒന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു ഒ ഡി, ഹാഫ് ഇൻറ്റു 14 ഇൻറ്റു 4, കട്ട് ചെയ്യുമ്പോൾ 28 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഫൈനൽ ആൻസർ. ബാക്കിയുള്ളതിലൊക്കെ എക്സ് ഒക്കെ വരും, എക്സിനെയൊക്കെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ആയിക്കേ. ട്രയാങ്കിൾസിന്റെ ഏരിയ പെട്ടെന്ന് ഇവിടുന്ന് കണ്ടുപിടിച്ച ട്രയാങ്കിളല്ലേ? 3 പേര് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ എഴുതുന്നുണ്ടോ? therefore ഒന്ന് പറഞ്ഞാൽ പിന്നെ കേക്കട്ടെ. എ ഒ സിയുടെ ഏരിയ കിട്ടിയോടാ? എ ഒ സി കേട്ടില്ല. ഇടാ എന്തായി ഒന്ന് പറഞ്ഞ കേക്കട്ടെ. 100 എ ഒ സിയുടെ ഏരിയ എന്താ കിട്ടി? നൂറ മെഹബിൻ. ഏരിയ ഓഫ് എ ഒ സി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ സി.
അത്ര ഡിഫിക്കൽട്ട് അല്ലല്ലോ അത്, കിട്ടുന്ന വാല്യൂ ആണല്ലോ. ഫായിസ പറഞ്ഞടാ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC. 12 plus 2x ആണോ? 12 plus 2x ഹാഫ് അവിടെ പോയടാ. അപ്പോൾ ഹാഫ് ഇൻറ്റു കട്ട് ചെയ്ത് തന്നിട്ടാണോ അങ്ങനെ വന്നേ? ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു കറക്റ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസിൽ വരെ 6 plus x ആണ്, ഹൈറ്റ് 4 ആണ്, കട്ട് ചെയ്യാം. അപ്പോൾ 12 plus 2x എന്ന് കിട്ടും, സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ AOBയിലേക്ക് വന്നു കഴിയുമ്പോഴോ, AOB അതിന് ഞാൻ പറഞ്ഞേ AOB 16 plus 2x. 16 plus 2x എന്ന് വരും. 2ഉം 4ഉം കട്ട് ചെയ്യാം, 16 plus 2x എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നജാദ കിട്ടിയോടാ ഏരിയ ഓഫ് ABC. ആഡ് വേഗം 3 വരെ. പ്രയാസിന് കിട്ടിയോടാ ABCയുടെ? പെട്ടെന്ന് ആഡ് ചെയ്യട്ടെ ഞങ്ങളല്ലേ. ഫഹദ് എന്താ ഒരു ആഡ് ചെയ്യുമ്പോ? നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരാൾ നമുക്ക് 28 ഉണ്ട്, ഒരാൾ 12 plus 2x ഉണ്ട്, പിന്നെ ഒരാൾ 16 plus 2x ഉണ്ട്. അപ്പോൾ 28 40 56 plus 4x എന്ന് വരും. 56 plus 4x സെന്റിമീറ്റർ സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ? ഇതൊരു ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓൾറെഡി നമ്മളുടെ ഹെറോൺസ് ഫോമിൽ വെച്ചിട്ട് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് എളുപ്പമുണ്ട്. രണ്ടും ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. റൈറ്റ്? എത്തിയല്ലേ? രണ്ടും വരെ എത്തിയോ? എവരി വൺ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് നേരെ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ഔട്ട് ചെയ്യാം. ഈ പോർഷനൊക്കെ ഒന്ന് മാറ്റിയാണേ. അപ്പൊ നമുക്ക് നേരെ കൊടുക്കാം. ഈ കേസിൽ ഫ്രം ഇക്വേഷൻ 1 and 2 രണ്ട് വാല്യൂസ് ഈക്വൽ ആയിരിക്കണം. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഫ്രം 1 and 2 നമുക്ക് എഴുതാം 4 into root of 3 into 14x plus x square is equal to 56 plus 4x. 4 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ root of 3 into 14x plus x square equal to 56 plus 4x divided by 4. കട്ട് ചെയ്താൽ 56നെ 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 19 കിട്ടും, 4xനെ 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ x കിട്ടും. root of 3 into 14x plus x square equal to 19 plus x എന്ന് കിട്ടി. സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ചിലപ്പോൾ ബോർഡും ചെക്ക് ആയിട്ടുണ്ടാവും, അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. സോൾവ് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിന് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. രണ്ട് സൈഡും നേരെ സ്ക്വയർ ചെയ്യുക. അപ്പൊ ഇപ്പുറത്തെ റൂട്ട് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമ്മൾ a plus b ഹോൾ സ്ക്വയർ ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ട വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂലേക്ക് എത്താം. സോൾവ് ചെയ്ത വേഗം. സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ ഒന്ന് വേഗം കണ്ടുപിടിച്ച്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഉള്ളൂ കേട്ടോ, നിസ്സാര പണിയുള്ളൂ. ഇനി ബാക്കി സോൾവ് ചെയ്യുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക.
സ്ക്വയർ ചെയ്തപ്പോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താവുന്ന റൂട്ടിന്റെ പോർഷൻ ഹനാൻ സ്ക്വയർ ചെയ്തപ്പോ എന്താവുന്നേ? സാർ ഞാനിപ്പോ കേറിയിട്ടുണ്ടാവില്ല, അപ്പൊ ഞാനൊക്കെ അവിടെ എഴുതി. എന്നാ ഒന്ന് പറയാം. സ്കോർ ചെയ്തപ്പോഴേ മുഹമ്മദ് അലി ഒന്ന് പറയട്ടെ, എന്താ സ്കോർ ചെയ്തപ്പോ? റൂട്ട് റൂട്ട് ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ സൈഡിൽ വരിക? 3 of 14x plus x square. 3 into 14x plus x square. റൈറ്റ് സൈഡിലോ 90 plus x root square. 19 plus x the whole square. 19 plus x the whole square. നമ്മൾ a plus b whole square എക്സ്പാൻഡ് ചെയ്യണം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യണം. ഇഷ ചോദിച്ചോ? ഒറ്റ സെക്കൻഡ് ഇഷ, ഒന്നുകൂടെ പറഞ്ഞേ. സർ 56/4 14 അല്ലേ? 56/4 14 ആണോ? 56 ആണോ? അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, എഴുതിയതാണ്. 14 ആണോ? നേരെ ബോഡി കണ്ട 10 എഴുതി പോന്നു അല്ലേ? 14 ആണ്. മൈ മിസ്റ്റേക്ക്. ആണെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. 14 ആണെങ്കിൽ there are some easy methods to simplify. ചില എളുപ്പ വഴികളുണ്ട്. എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ ചില വഴികളുണ്ട്. 14 ആണെങ്കിൽ ആൻസർ കിട്ടാൻ എളുപ്പ വഴിയുണ്ട്. 30 seconds ഉള്ളൂ മാക്സിമം സോൾവ് ചെയ്യാൻ. മാക്സിമം 30 seconds ഉള്ളൂ. അത് മതി, കൂടുതലൊന്നും ആവശ്യമില്ല. 19 ആണെന്ന് പറഞ്ഞാൽ 19 അല്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. മതി, ടൈം മതി. എക്സിന്റെ വാല്യൂ കിട്ടിയോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് എക്സിന്റെ വാല്യൂ കിട്ടിയവര് വീഡിയോയില് 1 2 3 എത്ര സഫോനെ ഫൈനൽ കിട്ടി? 7 കിട്ടും. ഞാൻ പറയും 49 അഡ്വാൻറ്റേജ് എന്ന് പറയുള്ളൂ. 3 ഇൻറ്റു നിങ്ങൾ എക്സ് ഇവിടുന്ന് കോമൺ എടുത്താൽ ബ്രാക്കറ്റിനുള്ള നമുക്ക് 14 പ്ലസ് എക്സ് എന്ന് കിട്ടും. 14 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 14 പ്ലസ് എക്സ് ഇൻറ്റു 14 പ്ലസ് എക്സ് ആണ്. There we can cancel 14 plus x from both sides. നമുക്ക് അവിടുന്ന് ബാക്കി 3x is equal to 14 plus x എന്ന് കിട്ടും. എക്സിനെ ഇപ്പുറത്തേക്ക് മാറ്റിയാൽ 3x minus x is equal to 14, 2x equal to 14, x is equal to 14/2, 7. 14 ആയതുകൊണ്ടാണ് അഡ്വാൻറ്റേജ് അല്ല. അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ നോർമൽ എക്സ്പാൻഷൻ നടത്തേണ്ട വന്നേനെ a plus b whole square. അപ്പൊ എക്സ് കിട്ടി കഴിയുമ്പോൾ മറന്നു പോകരുത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ ബി ആൻഡ് എ സി ആണ്, മറന്നു പോകരുത് കേട്ടോ. അപ്പൊ എ ബി ഈക്വൽ ടു 8 പ്ലസ് 7 എടുത്ത് എഴുതണം. അതുപോലെ എ സി ഈക്വൽ ടു 6 പ്ലസ് 7 മറന്നു പോകരുത്. We can complete that question and we can move to the last one. Question number 13. Back.
കംപ്ലീറ്റഡ് മൂവ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. ഫിഗർ തന്നിട്ടില്ല, ഫിഗർ നമ്മൾ വരയ്ക്കേണ്ട വരും. ശ്രദ്ധിച്ചാലോചിച്ച് വേഗം ചെയ്യണം കേട്ടോ. ഇത് കഴിഞ്ഞല്ലോ, ഞാൻ മാറ്റിക്കോട്ടെ. ശാലായി കംപ്ലീറ്റ് ആവാത്തവരുണ്ടോ? എനി വൺ? ഓക്കെ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ഫിഗർ വരയ്ക്കുക. എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. വാട്ട് വി ഹാവ് ടു പ്രൂവ്, നഹല ഫാത്തിമ? Angles at the center are supplementary. Angles at the center are supplementary. സെന്ററിൽ ആരാ ആംഗിൾ ഉണ്ടാക്കുന്ന? സെന്ററിൽ ആംഗിൾ ഉണ്ടാക്കുന്ന ആൾ ആരാണ്? അല്ല, നെഹല നെഹല. സെന്ററിൽ ആര് ഫോം ചെയ്ത ആംഗിളാ മോളെ? സെന്ററിൽ, സർക്കിളിന്റെ സെന്ററിൽ ആര് ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് സപ്ലിമെന്ററി എന്ന് പ്രൂവ് ചെയ്യേണ്ടത്? ആ ഒരു പറഞ്ഞിട്ട് ക്ലിയർ ആയില്ല. സെന്ററിൽ ഇപ്പൊ ആരാ ആംഗിൾ ഉണ്ടാക്കുന്നത് അറിയണ്ടേ? സെന്ററിൽ ആർക്കും വേണമെങ്കിൽ ആംഗിൾ ഉണ്ടാക്കാം. ചിലപ്പോൾ ആർക്കിന് ആംഗിൾ ഉണ്ടാക്കാം, ചിലപ്പോൾ കോഡിന് ആംഗിൾ ഉണ്ടാക്കാം. ഇതാരാണ് സെന്ററിൽ ആംഗിൾ ഫോം ചെയ്യുന്ന ആള്? ഹൂ ഫോംസ് ദാറ്റ് ആംഗിൾ അറ്റ് ദി സെന്റർ? അഭിഷേകാർ? Opposite sides of a quadrilateral. എന്താണ് ഈ ക്വാഡ്രിലാറ്ററിന്റെ പെക്യുലാരിറ്റി ഫയാസേ? അതിപ്പോ ഏത് ക്വാഡ്രിലാറ്ററിലും ഫോർ സൈഡ് അല്ലടാ. അത് ഇയാള് പാവല്ലോ. ഫോർ സൈഡിലൊരു ക്വാഡ്രിലാറ്ററിൽ ഉണ്ടോടാ ഏതെങ്കിലും? ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞ ക്വാഡ്രിലാറ്ററിന് പ്രത്യേകതയുണ്ട്. എന്താണത്? സർക്കിള് ആ, ക്വാഡ്രിലാറ്ററിന്റെ ഉള്ളിൽ സർക്കിൾ സർക്കംസ്ക്രൈബ് ചെയ്യും എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡും സർക്കിളിന് ടാൻജന്റ് ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ സേ എക്സാമ്പിൾ. ഈ ക്വാഡ്രിലാറ്ററലിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന ആളാണ് നമ്മുടെ സർക്കിൾ. സർക്കിൾ ഇങ്ങനെയാണ് വരിക. All the 4 sides of the circle will be tangent. നാല് സൈഡും സർക്കിളിൽ ഇങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ട് നിൽക്കും. ഇതില് ഓപ്പോസിറ്റ് സൈഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കംസ്ക്രൈബ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോറി, ഓപ്പോസിറ്റ് സൈഡ്സ് സപ്ലിമെന്ററി ആംഗിൾ ഫോം ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സർക്കിൾ വരച്ചിട്ട് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ.
ശ്രദ്ധിച്ച് ഫിഗർ വരയ്ക്കുക, പ്രൂവ് ചെയ്യാനുള്ള വഴികൾ നോക്കുക. നിങ്ങൾ സ്ക്വയർ പോലെയോ റെക്ടാങ്കിൾ പോലെയൊക്കെ ക്വാഡ്രിലാറ്ററൽ വരച്ച് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരും കേട്ടോ. ചാടിക്കറി നമ്മൾ ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, അപ്പോൾ 180 ഡിഗ്രി എന്നൊക്കെ നമ്മൾ എഴുതി വെക്കും. അതുകൊണ്ട് ഫിഗർ വരയ്ക്കുമ്പോൾ ഏകദേശം ഒരു ക്വാഡ്രിലാറ്ററൽ ഫോർമാറ്റിൽ തന്നെ വരയ്ക്കണം. പ്രൂവ് ചെയ്യേണ്ടത് AOB പ്ലസ് COD ഈക്വൽ ടു 180 എന്നാണ് കിട്ടേണ്ടത്. ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ സെന്ററിൽ സപ്ലിമെന്ററി ആംഗിൾ ഫോം ചെയ്യും. AOB പ്ലസ് COD ഈക്വൽ ടു 180 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു ഹിന്റ് ഞാൻ തരാം, ഈ ഫിഗർ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറിലേക്ക് എത്തൂല. ഫിഗറിൽ വേറെ ചില കൺസ്ട്രക്ഷൻസ് കൂടി നടത്തിയാലേ ആൻസറിലേക്ക് എത്തൂ. Without a doubt. One more minute for you to think how to prove. ഒരു വര വരച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ എഴുതി നമുക്ക് സിമ്പിൾ ആയിട്ട് എത്തിക്കാൻ പറ്റും. പക്ഷെ ആ ഒരു വര എങ്ങനെ വരയ്ക്കും അതാണ് പ്രശ്നം. പൈസ എന്തെങ്കിലും ഐഡിയ കിട്ടിയോടാ? എനി ഓപ്ഷൻ? മുഹമ്മദ് സലീം? കിട്ടിയില്ല. ഷഹസാദി? സാർ അത് ജോയിൻ ചെയ്യാൻ പാടില്ല ഓയിൽ നിന്ന്. ഓയിൽ നിന്ന് എങ്ങോട്ട് നമ്മൾ ജോയിൻ ചെയ്യണ്ടേ? DC-യിലേക്ക് ഒരു വരയ്ക്കണം. ഓയിന്ന് DC-യുടെ എവിടെ വരയ്ക്കണം? അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. DC-യുടെ എവിടെ? ഇങ്ങോട്ട് വരച്ചാൽ മതിയോ? പിന്നെ BC-യിലേക്കും AB-യിലേക്കും അല്ല, AD-യിലേക്കും. ഞാൻ ചോദിച്ചത് ഓയിൽ നിന്ന് ഇത് ഇങ്ങനെ വരച്ചാൽ മതിയോ? അല്ല, നടുക്കിലേക്ക് പോയിന്റ്. ആ നടുക്കിലേക്കുള്ള പോയിന്റ് ഒരു പേര് നമ്മൾ പറയാറുണ്ടല്ലോ, എന്തെന്നാ? പോയിന്റ് ഓഫ് ആ കോണ്ടാക്ട്. അത് തന്നെ, അതിങ്ങ് വരട്ടെ. പോയിന്റ് ഓഫ് കോണ്ടാക്ട്. നമുക്ക് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് വേണമെങ്കിൽ PQRS എന്ന് കൊടുക്കാം കേട്ടോ. സ്റ്റെപ്പ് ചെയ്ത എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, നേരെ സെന്ററിൽ പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്ക് ജോയിൻ ചെയ്യും. എല്ലാവരുടെയും പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. വെറുതെ ജോയിൻ ചെയ്യുന്നതല്ല, ദർ ഇസ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ബൈ ജോയിനിങ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യും. നമ്മൾ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു പ്രൂവിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഈ കാണുന്ന പോർഷൻ ഇത് കണ്ടോ? ഈ പോർഷൻ നിങ്ങൾ നോക്കാം. ഈ പോർഷനിൽ ഡിയിൽ നിന്ന് നമ്മൾ രണ്ട് ടാൻജന്റ് വരയ്ക്കുന്നുണ്ട്, DR-ഉം DS-ഉം. ശരിയല്ലേ? DR-ഉം DS-ഉം D എന്നുള്ള ടാൻജന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വെൻ വി കൺസിഡർ ദീസ് ടു ട്രയാങ്കിൾസ്, ഒരു ട്രയാങ്കിൾ ഇത്, രണ്ടാമത്തെ ട്രയാങ്കിൾ ഈ കാണുന്ന ആള്. ഈ രണ്ട് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? Peculiarity of these two triangles എന്തായിരിക്കും? The two triangles are congruent. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? കുറേ ചെറിയ 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 ആൾക്കാർ എടുക്കാം. അതെ, ഈ കാണുന്ന ട്രയാങ്കിളും അവന്റെ തൊട്ടിപ്പുറം കാണുന്ന ഈ കാണുന്ന ആളും കോൺഗ്രുവന്റ് ആയിരിക്കും. കണ്ടോ? ഇനി അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഈ കാണുന്ന ട്രയാങ്കിളും ഇതിന് തൊട്ടിപ്പുറമുള്ള ഈ കാണുന്ന ആളും കോൺഗ്രുവന്റ് ആയിരിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ഉള്ള രണ്ടുപേര്, ഈ കാണുന്ന ട്രയാങ്കിളും അവന് തൊട്ടിപ്പുറമുള്ള ഇവനും കോൺഗ്രുവന്റ് ആയിരിക്കും. കണ്ടോ? ഇതുപോലെ അടുത്തടുത്തുള്ള പെയേഴ്സ് ഒക്കെ കോൺഗ്രുവന്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ കോൺഗ്രുവന്റ് ആയുള്ള അഡ്വാൻറ്റേജ് അവരുടെ കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ പ്രത്യേകത എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിനാണ് ഈക്വൽ ആയിരിക്കും.
ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, നമുക്കിത് ഇതുപോലെ കുറേ കേസ് എടുക്കാം. ഈ ആംഗിളിനെ, സപ്പോസ് ഐ ആം ചൂസിങ് ദിസ് ആംഗിൾ, the angle in the figure. 1 second. ഈ ആംഗിളിനെ ഞാൻ എ എന്ന് സപ്പോസ് ചെയ്താൽ ഈ കാണുന്ന ആളും എ തന്നെയായിരിക്കും. ഇവിടെ ഞാൻ ബി എടുത്തു കഴിഞ്ഞാൽ ഇവനും ബി ആയിരിക്കും. ഇത് സി എടുത്താൽ ഇവിടെയും സി ആയിരിക്കും. ഇത് ഡി എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഡി ആയിരിക്കും. കണ്ടോ, ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ കോൺഗ്രുവൻസി കോമൺ ആയിട്ട് പറയാം. ട്രയാങ്കിൾ പ്രൂവ് ചെയ്യൊന്നും വേണ്ട. ട്രയാങ്കിൾ DOR congruent to triangle DOS. അതുപോലെ 4 പേരെ നമുക്ക് മെൻഷൻ ചെയ്യാം. SOA congruent to AOP. അടുത്തത് BOP congruent to BOQ. അതുപോലെ തന്നെ COQ congruent to COR. 4 പേര് കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ ഓരോ കോൺവെൻഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നേരെ ചൂസ് ചെയ്ത് പോകാം കേട്ടോ. ആംഗിൾ DOR ഈക്വൽ ടു DOS ഈക്വൽ നമ്മൾ എ എന്നെടുത്തു. അടുത്തിലേക്ക് വരുമ്പോൾ SOA ഈക്വൽ ടു AOP. സെൻട്രൽ ആംഗിൾസ് നമ്മളിങ്ങനെ ഓരോരോ സപ്പോസിഷൻസ് കൊടുക്കുകയാണ്. ലെറ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ ഇവിടെ വെറുതെ എഴുതി തന്നെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അടുത്ത നമുക്ക് കൊടുക്കാം BOP ഈക്വൽ ടു BOQ ഈക്വൽ ടു സം C. അവസാനത്തിൽ COQ ഈക്വൽ ടു COR എന്ന് നമ്മൾ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ നടുക്കത്തെ എല്ലാ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? സെൻട്രൽ എല്ലാ ആംഗിൾസോടെ സം എടുക്കുമ്പോൾ മുഹമ്മദ് അലി 360 ആണ്. അപ്പൊ A പ്ലസ് A പ്ലസ് B പ്ലസ് B പ്ലസ് C പ്ലസ് C പ്ലസ് D പ്ലസ് 360 ആണ്. 2A പ്ലസ് 2B പ്ലസ് 2C പ്ലസ് 2D 360 എന്ന് വരും. 2 കോമൺ എടുത്താൽ 2 into A plus B plus C plus D equal 360 എന്ന് കിട്ടും. 2 കട്ട് ചെയ്ത് കഴിയുമ്പോൾ A plus B plus C plus D equal 180 ഡിഗ്രി നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ നോക്കി, A plus B എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആംഗിൾ ഇത് കണ്ടോ, ഇതാണ് A plus B, ശരിയല്ലേ? Am I right? C plus D എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആംഗിൾ ഇത് കണ്ടോ, ഇത് മൊത്തമാണ് C plus B. അപ്പൊ നോക്കി, A plus B എന്ന ആംഗിൾ ശരിക്കും ആംഗിൾ DOC ആണ്. അപ്പൊ നമുക്ക് A plus Bക്ക് പകരം ആംഗിൾ DOC എന്ന് കൊടുക്കാം. താഴത്തെ ആൾക്ക് പകരം നമുക്ക് AOB എന്ന് കൊടുക്കാം. ഈക്വൽ ടു 180. അപ്പൊ എന്താ നോക്കിയ ഫൈനൽ DC എന്ന കോഡ് സർക്കിളിന്റെ സെന്റർ ഉണ്ടാക്കുന്ന ആംഗിളാണ് DOC. AB എന്ന കോഡ് സെന്റർ ഉണ്ടാക്കുന്ന ആംഗിളാണ് AOB. ഈ രണ്ടുപേരെ സമം 180 ആണ്. therefore they are supplementary എന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിലെ സെന്റർ അങ്ങനെ എഴുതിയാൽ മതി. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ subtend supplementary angle is the center of the circle. And there we complete that particular chapter. Okay. All right. So we have 3 more chapters remaining. Remaining we will discuss later. Okay. Thank you. Have a nice day. Thank you, sir.